അല്ല അതെ പെട്ടെന്നങ്ങോട്ട് പറയണം. മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് എന്തായാലും അറിയേണ്ട കാര്യമല്ലയോ? എന്താ? അതെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ആവേശം മൂത്ത് വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോകരുത്. എന്താ? നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒരിക്കൽ തന്റെ പ്രിയ താരത്തെ വിവാഹം കഴിക്കാൻ UK-യിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ താണ്ടിയെത്തിയ ആ സ്ത്രീ അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയെ സമീപിച്ചിരിക്കുന്നു. അയ്യാ, നീங்க என்னென்னமோ பேசுறீங்க, எனக்கு ஒரே குழப்பமா இருக்கியா. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം. എന്തൊക്കെയാണായി പറയുന്നത്? വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ മോനെ. നടൻ വിജയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ട് എന്നത് തന്നെ സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നു. കടങ്കഥ പറയാ അല്ല, സത്യം. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. വിജയുടെ ഭാര്യ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. കണ്ട കേട്ടാ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. മെയിൻ ആയിട്ട് അവിഹിതം. വേറൊരു നടിയുമായിട്ട് വിജയ്ക്ക് വർഷങ്ങളായിട്ട് അവിഹിതമുണ്ട്. நீ வேணும்னு பண்ணலன்னு தான் சொல்லுவேன். ஆனா நீ வேணும்னு செஞ்சேன்னு என்னால் நிரூபிக்க முடியாது. വിജയ്ക്ക് വർഷങ്ങളായിട്ട് അവിഹിതമുണ്ട്. റെഡ് ഹാൻഡഡ് ആയിട്ട് പൊക്കിയതാണ്. അയ്യേ, അയാൾ അത്രക്കാരനാണോ? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. പൊക്കിയതിനു ശേഷം ആ ബന്ധം തുടരില്ല എന്ന് വാക്ക് നൽകിയതിനു ശേഷവും അത് പിന്നീടും വിജയ് തുടർന്നു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. നടിയുടെ പേര് പരസ്യമായ രഹസ്യമാണ്. വിജയുടെയും തൃശയുടെയും പേര് കുറെ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫ്ലാഷ് ബാക്ക്. അടുത്തത്തിൽ എന്നെല്ലാം പണലാൻ இருக்கீங்க? நான் சிஎம் ஆகணும். நஜ்மாவா? நிஜமா சொல்றேங்க, டெஃபினெட்லி. என்னடி சொல்ற? நீ என்ன சொல்ற? அரசியலா இல்ல சினிமா? நீங்க பாருங்க ஒரு 10 வருஷத்துல. சரி. அப்ப புரியல, இப்ப புரியுது, இப்ப புரியுது. ഉള്ളത് പറയാലോ. ഉള്ളത് പറയണ്ട, ഉറിയും ചിരിക്കും. ഉറിയല്ല, പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. 2026 ഫെബ്രുവരി 15 ഒരു BJPയുടെ മുതിർന്ന നേതാവ് ഒരു പൊതുവേദിയിൽ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? വിജയ് ആദ്യം തൃശയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നും പറഞ്ഞിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ പൊറുതി തുടങ്ങിയിട്ട് കാലം കുറെ ആയി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമായിരിക്കും സംഗീതയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். நீ தப்பானவன். நீ தப்பானவன் தான். കുടുംബം നന്നാക്കാൻ അറിയാത്തവൻ നാട് നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള തരത്തിലൊക്കെ ഇനി പ്രചരണങ്ങൾ വരും. ജനസംസാരം അങ്ങനെയാ. വന്നില്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടി അടിച്ചിറക്കും. വിജയ്ക്ക് കണ്ടകശനിയും അപ്പുറത്തിരിക്കുന്ന പാർട്ടിക്കാർക്ക് ലോട്ടറിയുമാണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഇലക്ഷൻ പ്രമാണിച്ച് സിനിമ ബ്ലോക്കാക്കി വെച്ചേക്കുന്നു. അതാണ്ടിപ്പം കുടുംബത്തിൽ നിന്നൂടെ നെറുകന്തലക്കിട്ട് അടി കിട്ടിയതുപോലാണ്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂത്ത് കഴിത്ത പോലെയായി. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം അടിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്നറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്രയധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. ഇനി വയ്യ, മതിയായി മതിയായി. വേറൊരു കാര്യമുണ്ട് ഏട്ടാ. ഓരോന്നിങ്ങനെ ഹരിച്ചും ഗുണിച്ചും കണക്ക് കൂട്ടി വരുമ്പോ ഇതിനകത്തൊരു പകപോക്കലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 2 കൊല്ലമായിട്ട് ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ് എന്ന് പറയുന്നു. ഇതിനു മുമ്പും ഇവർക്ക് ഈ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാം. അല്ലേ? അല്ല, നിനക്ക് പറയാവോ? അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. അപ്പം ഇവരെ ചതിച്ച വിജയോട് പ്രതികാരം തീർക്കാൻ ഇതിനേക്കാളും വലിയൊരു സമയം വേറെ ഇല്ല. നീ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു.
ഇതാണ് ദ ബെസ്റ്റ് സമയം. അത് വെച്ചിട്ട് ഇവർ അടിച്ച പോലാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എക്കാലവും എല്ലാവരുടെയും കണ്ണിൽ മണ്ണാവെന്ന് വിചാരിക്കരുത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.